മകളെ ഛത്തീസ്ഗഡ് ഗവർണറാക്കാൻ നീക്കം. പക്മജയ്ക്ക് ഇത് താരത്തിളക്കം. നോക്കാം വിശദമായി. കോൺഗ്രസിനുള്ളിലെ ചവിട്ട് നാടകത്തിലും തരം താഴ്ത്തലിലും കുത്തിനോവിക്കലിലും മനം നൊന്ത് നേതൃത്വം വിട്ട് BJPയിലെത്തിയ പക്മജ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണറാക്കാൻ ഒരുങ്ങുന്നു. BJPയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കത്തിന് കളമൊരുങ്ങുന്നത്. പക്മജ വേണുഗോപാലിനെ BJP ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിനുള്ളിൽ മാലപ്പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും തെല്ലും ഭയമില്ല എന്നതാണ് പക്മജ നൽകുന്ന മറുപടി. ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല, കേട്ടു അത്രമാത്രം എന്നാണ് പക്മജ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് നൽകുന്നത്. കേരളത്തിലെ നേതാക്കളെയെല്ലാം അനുനയിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഗവർണർ പദവി നൽകുന്നതും പതിവാണ് എന്ന് BJP കേന്ദ്ര ഘടകത്തിന്റെ കുറവ് പക്മജ എത്തുന്നതോടെ പരിഹരിക്കപ്പെടുമെന്നും വിശ്വസിക്കാം. കുമ്മനം രാജശേഖരന് മിസോറാമിലും PS ശ്രീധരൻപിള്ളയെ ഗോവയിലും ഗവർണർ പദവി നൽകിയിരുന്നു. കുമ്മനം രാജശേഖരനെ നേമത്ത് മത്സരിപ്പിക്കാൻ രാജിവെപ്പിച്ചുകൊണ്ട് വന്നുവെങ്കിലും പരാജയപ്പെട്ടതോടെ ഗവർണർ സ്ഥാനം ഒഴിയുകയായിരുന്നു. ശ്രീധരൻപിള്ള ഗോവയിലുണ്ട് എന്ന് പോലും ഉറപ്പില്ല എന്നൊക്കെയുള്ള കോൺഗ്രസിന്റെ ആരോപണത്തെ പക്മജ ഛത്തീസ്ഗഡിലെത്തുന്നതോടെ തള്ളേണ്ടതായി വരും. ലീഡറുടെ മകൾ എന്നതിനപ്പുറം പക്മജയുടെ ഇമേജ് ലിഫ്റ്റിംഗിന്റെ ഭാഗമായാണ് BJP ഗവർണർ പദവി നൽകാനൊരുങ്ങുന്നത്. BJP സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം കേന്ദ്ര ഘടകം എതിർപ്പുകളില്ലാതെ പരിഗണിച്ചുവെന്നാണ് കേൾക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ അനൗദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് പോലും തോൽപ്പിച്ചു തരാൻ ആളുള്ള സ്ഥിതിക്ക് ഗവർണർ പദവി ലോട്ടറി ടിക്കറ്റായാണ് പക്മജ വേണുഗോപാൽ നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കവെയാണ് പക്മജയുടെ BJP പ്രവേശനം കോൺഗ്രസിനെ വെട്ടിലാക്കിയത്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷ വിമർശനവുമായി പക്മജയ്ക്കെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു. വിശ്വഭൂഷൺ ഹരിചന്ദ് ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് പക്മജയെ പരിഗണിക്കുന്നത്. പക്മജ ഗവർണറാകുന്നത് കോൺഗ്രസിനുള്ളിൽ കനത്ത ആഘാതം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ചാലക്കുടി മണ്ഡലത്തിൽ സീറ്റ്, അതില്ലെങ്കിൽ ഗവർണർ സ്ഥാനം, ഇതായിരുന്നു BJP സംസ്ഥാന ഘടകത്തിന്റെ വാഗ്ദാനം. ഒടുവിൽ ഛത്തീസ്ഗഡ് ഗവർണർ പദവി നൽകുന്നതിൽ കേന്ദ്ര നേതൃത്വം സമ്മതം മൂളുകയായിരുന്നു.